അരൂർ തുറവൂർ ഉയരപ്പാത നിർമ്മാണത്തിനിടെ ഗർഡർ വീണ് മരിച്ച രാജേഷിന്റെ കുടുംബത്തെ രമേശ് ചെന്നിത്തല സന്ദർശിച്ചു. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അശ്വിൻ, മനസ്സിലാക്കുന്ന അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെയാണ്, പള്ളിപ്പാടാണ് ഈ രാജേഷിന്റെ വീടുള്ളതെന്ന് മനസ്സിലാക്കുന്നു. കുടുംബം വലിയ പ്രതിസന്ധിയിലാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ ഇന്ന് പറഞ്ഞത് അത്രയും ആ കുടുംബം ചെന്നുവിട്ടിരിക്കുന്ന സമാനതകളില്ലാത്തൊരു പ്രതിസന്ധിയെ പറ്റിയാണ്. എന്താണ് രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന്, കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് മുന്നിലേക്ക് വെക്കുന്ന ആവശ്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഇടപെടൽ എങ്ങനെയാണ്? നിലവിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് രമേശ് ചെന്നിത്തല ഈ വീട്ടിലേക്ക് എത്തിയത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും അച്ഛനും അമ്മയും 2 മക്കളുമാണ് ഈ വീട്ടിലുള്ളത്. അവരുമായി അദ്ദേഹം സംസാരിക്കുകയാണ്, അദ്ദേഹത്തിൻ്റെ ദുഃഖം പങ്കിടുകയാണ്. അല്പസമയം മുമ്പാണ് ഈ NHAയുടെ ഒരു ഖേദക്കുറിപ്പ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നത്. അതിൽ അപകടത്തിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞ NHA ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വിശദമായൊരു അന്വേഷണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അന്വേഷണത്തിന് നിലവിൽ NHAയുടെ വിദഗ്ധരടങ്ങുന്ന ഒരു സംഘത്തെ കൂടി നിയോഗിച്ചിട്ടുണ്ട്. ഈ സംഘത്തിൻ്റെ പരിശോധന ഇന്ന് ഈ അപകടം നടന്ന സ്ഥലത്തുണ്ടാകും. ഒപ്പം ഇതുവരെയും ഈ അശോക കൺസ്ട്രക്ഷൻസ് കമ്പനി ഈ കുടുംബവുമായി സംസാരിച്ചിട്ടില്ല എന്നൊരു പരിഭവം കൂടി അവർ പറയുന്നുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമാകും വരെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കേണ്ട എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ തീരുമാനം. എന്തായാലും സഹായധനമടക്കം പ്രഖ്യാപിക്കുന്നതിൽ ഒരു ഉദാഹരണ വേണം എന്നുള്ളതാണ് നാട്ടുകാരും കുടുംബവും അടക്കം പറയുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയുടെ സന്ദർശനം വീട്ടിൽ തുടരുകയാണ്. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് തുടർ നടപടികൾ എങ്ങനെ വേണം എന്നടക്കമുള്ള കാര്യങ്ങളിലൊരു വ്യക്തമായ കാര്യം പറയും. അദ്ദേഹം ഈ വീടിരിക്കുന്ന സ്ഥലത്തെ MLA കൂടിയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും. ശരി അശ്വിൻ, ഏതായാലും സങ്കടകരമാണ്. ആ വീട്ടിൽ നിന്ന് ഇപ്പോഴും ദൃശ്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിളികൾ ഉയരുന്നുണ്ട്. ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായിരുന്നു രാജേഷ്. പല ജോലികൾ ചെയ്ത കുടുംബം പോറ്റിയ രാജേഷിനാണ് ഇന്നിങ്ങനെ ആ അരൂരിലെ പാത നിർമ്മാണത്തിലെ കമ്പനിയുടെ വീഴ്ചയിൽ നിന്ന് ജീവൻ നഷ്ടമാകുന്നത്. പലവട്ടം ആവർത്തിച്ച ഗർഡർ അപകടങ്ങളാണ്. അതിൽ ഒടുവിൽ ഒരു ജീവൻ പൊലിയുമ്പോൾ ആ കുടുംബത്തിൻ്റെ അത്താണിയാണ് നഷ്ടപ്പെടുന്നത്. നഷ്ടപരിഹാരത്തിൻ്റെ കാര്യത്തിലടക്കം യാതൊരു പ്രതികരണവും ഈ ഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സംസ്കാരം, മറ്റു കാര്യങ്ങളും ചടങ്ങുകളുമൊക്കെ അതിനുശേഷം മാത്രം മതി, മൃതദേഹം ഏറ്റുവാങ്ങുന്നത് പോലും എന്ന നിലപാടിലാണ് രാജേഷിന്റെ സുഹൃത്തുക്കളും ബന്ധുക്കളും. അശ്വിൻ പാലാഴിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.